ഒരു വാക്യത്തിൽ കർത്താവ്, അതായത് സബ്ജക്റ്റ്, വിശേഷകം, പ്രെഡിക്കേറ്റ് എന്നീ രണ്ടു ഭാഗങ്ങളാണ്. കർത്താവിനെ വിഷയം എന്നും വിശേഷത്തെ വിധേയം എന്നും വിളിക്കാവുന്നതാണ്. അതിമൃഷ്ട വിധേയാംശ ദോഷം രണ്ടാമത് സംഭവിച്ചിരിക്കുന്നത് ദ്വിതീയ, ശ്രീലക്ഷ്മി രിവ എന്നീ വാക്കുകളിലാണ്. ഈ സംയോജനത്തിൽ ദ്വിതീയ, രണ്ടാമത്തേത് എന്ന വാക്ക് വിധേയം അഥവാ അജ്ഞാതമാണ്. ദ്വിതീയ ശ്രീലക്ഷ്മി എന്ന സമസ്ത പദം ഉണ്ടാക്കാൻ അജ്ഞാതത്തെ ആദ്യം ചേർത്തതാണ് മറ്റൊരു തെറ്റ്. ദ്വിതീയ ശ്രീലക്ഷ്മീരിവ എന്നീ വാക്കുകൾ ഗംഗയെ ലക്ഷ്മി ദേവിയോട് താരതമ്യപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു. പക്ഷേ ഈ തെറ്റുമൂലം സമസ്ത പദത്തിന്റെ അർത്ഥം ആശയക്കുഴപ്പത്തിലായി. ഭഗവാനി, ഭർത്തു എന്നീ വാക്കുകളിലെ വിരുദ്ധമതി അഥവാ പരസ്പര വിരുദ്ധമായ സങ്കല്പത്തിന്റെ ദോഷമാണ് മൂന്നാമത്തേത്. ഭവാനി എന്ന വാക്ക് ഭവാൻ എന്നും പേരുള്ള പരമശിവന്റെ പത്നിയെ പരാമർശിക്കുന്നതാണ്. പക്ഷെ ഭവാനി എന്നാൽ ശിവന്റെ പത്നി എന്ന അർത്ഥമായതിനാൽ ഭർത്ത എന്ന വാക്ക് കൂട്ടിച്ചേർത്തും അപ്രകാരം ശിവന്റെ പത്നിയുടെ ഭർത്താവ് എന്ന സങ്കീർണമായ അർത്ഥം രൂപപ്പെട്ടതും വൈരുദ്ധ്യം ഉളവാക്കുന്നു. എന്തെന്നാൽ അതുമൂലം ശിവന്റെ പത്നിക്ക് മറ്റൊരു ഭർത്താവ് ഉള്ളതുപോലെ തോന്നിപ്പോകുന്നു. ശ്ലോകരചന അവസാനിക്കേണ്ടിയിരുന്ന വിഭവതി പുഷ്ടിപ്പെടുത്തുന്നു എന്ന ക്രിയാശേഷവും അത്ഭുത ഗുണ എന്ന അനാവശ്യമായ വിശേഷണവും നൽകിയതിനാൽ സംഭവിച്ച പുനരുക്തി അഥവാ അനാവശ്യ ആവർത്തനമാണ് നാലാമത്തെ ദോഷം. ഭഗ്നക്രമം അഥവാ ശിഥിലമായ ക്രമമാണ് അഞ്ചാമത്തെ ദോഷം. ശ്ലോകത്തിന്റെ 1, 3, 4 വരികളിൽ ശബ്ദങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട അനുപ്രാസമുണ്ട്. പക്ഷേ രണ്ടാമത്തെ വരിയിൽ അത്തരം അനുപ്രാസമില്ല. അതിനാൽ ക്രമം ശിഥിലമായിരിക്കുന്നു. ശ്ലോകം 55. അവിമൃഷ്ടവിധേയാംശ ദൂയിഠാനി ചിഹ്ന വിരുദ്ധമതിമഗ്നക്രമ പുനരാത്ത ദോഷദിന. വിവർത്തനം ശീലപ്രഭാത് കി ജയ്. ഈ ശ്ലോകത്തിൽ അവിമൃഷ്ട വിധേയാംശ ദോഷം 2 തവണയും വിരുദ്ധമതി മഗ്ന ക്രമം പുനരാത്ത ദോഷങ്ങൾ ഓരോ തവണയും സംഭവിച്ചിട്ടുണ്ട്. 56. ഗംഗാര മഹത്വ ശ്ലോകേ മൂലവിധേയ ഇതം ശബ്ദേ അനുവാദ പാഛേ അവിധേയ. വിവർത്തനം ശീലപ്രഭാത്. ഈ ശ്ലോകത്തിൽ അറിയപ്പെടാതിരിക്കുന്ന പ്രധാന പ്രതിപാദ്യ വിഷയം ഗംഗയെ പ്രകീർത്തിക്കൽ മഹത്വം ഗംഗയ എന്നതാകുന്നു. അറിയപ്പെടുന്ന വിഷയം ഇതം എന്ന വാക്കിനാൽ സൂചിപ്പിച്ചിരിക്കുന്നു. അത് അറിയപ്പെടാത്ത വിഷയത്തിന് ശേഷമാണ് നൽകിയിട്ടുള്ളത്. ശ്ലോകം 57. വിധേയ ആകെ കഹി പാശ്ചേ കഹിലെ അനുവാദ ഏയിലാഗി ശ്ലോകേരാം അർത്ഥ കരിയാച്ചേ ബാധ. വിവർത്തനം ശീലപ്രഭാത്. അറിയപ്പെടുന്ന വിഷയം അവസാനവും അറിയപ്പെടാത്തത് ആദ്യവും പരാമർശിച്ചിരിക്കുന്നതിനാൽ രചന ദോഷകരവും വാക്കുകളുടെ അർത്ഥം സംശയകരവുമായി തീർന്നിരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഹരേ കൃഷ്ണ. തുടർന്ന് വായിക്കുന്നതിന് എന്തെങ്കിലും പറയാനുണ്ടോ? അതോ തുടർന്ന് വായിക്കാം അല്ലേ? ഇതല്ല, ഇതിന്റെ ഈ വ്യാകരണമാണ് മുഴുവൻ. അത് നമുക്ക് മനസ്സിലാവില്ല പറഞ്ഞാൽ. ഒന്നും മനസ്സിലാവില്ല. എന്തായാലും പിടികൂടി അദ്ദേഹത്തിനെ ഒന്ന് മനസ്സിലായി അല്ലെ? പിഴവ് പറ്റി മനസ്സിലാക്കി. അതെ, നമ്മുടെ കേശവ കാശ്മീരി പിടിക്കപ്പെട്ടു എന്നുള്ളത് മനസ്സിലായി. പിടിക്കപ്പെട്ടു അല്ല, രക്ഷപ്പെട്ടു എന്ന് പറയാല്ലേ. ഭഗവാന്റെ പിടിയിലേക്ക് വന്ന് രക്ഷപ്പെട്ടു. ഓക്കെ. ഓക്കെ, ശരി. മാതാജി, സ്മിത മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 58. അനുവാദം അനുക്തൈവ നവിധേയം ഉദീരയേ നഹ്യലബ്ധാസ്പദം ഗേഞ്ചേ കുത്രചിത് പ്രതിഷ്ഠതി. വിവർത്തനം ശീലപ്രഭാത് കി ജയ്. അറിയപ്പെടുന്നതിനെ ആദ്യം പ്രതിപാദിച്ചിട്ടില്ലാതെ അറിയപ്പെടാത്തതിനെ അവതരിപ്പിക്കരുത്. എന്തെന്നാൽ ശരിയായ അടിസ്ഥാനമില്ലാത്ത ഒന്നിനെ ഒരിക്കലും സ്ഥാപിക്കാൻ കഴിയില്ല. ഭാവാർത്ഥം ഏകാദശി തത്വത്തിൽ നിന്നുള്ള ഒരു ശ്ലോകമാണിത്. ശ്ലോകം 59. ദ്വിതീയ ശ്രീലക്ഷ്മി ഈഹാൻ ദ്വിതീയത്വ വിധേയ
സമാസേ ഗൗണ ഹൈല ശബ്ദാർത്ഥാഗേ ലക്ഷേയ. വിവർത്തനം ശ്രീലപ്രഭാക്കിച്ച്. ദ്വിതീയ ശ്രീലക്ഷ്മി എന്ന പദത്തിൽ നിന്നും ഒരു രണ്ടാം ലക്ഷ്മിയുടേതായ ഗുണം എന്തായിരിക്കുമെന്ന് വ്യക്തമല്ല. ഈ സമസ്ത പദം നിർമ്മിച്ചപ്പോൾ അർത്ഥം രണ്ടാം തരമായി തീർന്നു. യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ച അർത്ഥം നഷ്ടപ്പെടുകയും ചെയ്തു. ശ്ലോകം 60. ദ്വിതീയ ശബ്ദാവിധേയ ദാഹ പടില സമാസേ ലക്ഷ്മീരസമദ അർത്ഥകരില വിനാശേ. വിവർത്തനം ശ്രീലപ്രഭാക്കി ജയ്. ദ്വിതീയ എന്ന പദം അറിയപ്പെടാത്ത ഒന്നാകിയാൽ സമസ്ത പദത്തിൽ അതിനെ കൂട്ടിച്ചേർത്തപ്പോൾ ലക്ഷ്മിയോടുള്ള തുല്യത എന്ന ഉദ്ദിഷ്ടാർത്ഥം നശിച്ചുപോയിരിക്കുന്നു. ശ്ലോകം 61. അവിമൃഷ്ട വിധേയാംശ ഏദോഷേര നാമ ആര ഏകാദോഷ അച്ഛേഷു ന സാവധാന. വിവർത്തനം ശ്രീലപ്രഭാക്കി. അവിമൃഷ്ട വിധേയാംശം എന്ന ദോഷം മാത്രമല്ല, മറ്റൊരു ദോഷം കൂടിയുണ്ട്. അത് ഞാൻ ചൂണ്ടിക്കാട്ടാം, ശ്രദ്ധിച്ചു കേട്ടാൽ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അടുത്തത് ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. വായിക്കല്ലേ? വായിച്ചോളൂ പ്രഭു. 4 ശ്ലോകം വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ഒരു മിനിറ്റ്. സ്വരൂപ് പ്രഭു ഈ 58ാമത്തെ ശ്ലോകം ഒന്ന് നോട്ട് ചെയ്തോളൂ. ഏകാദശി തത്വത്തിൽ നിന്നുള്ള ഒരു ശ്ലോകം. ഒരു ഇത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഏകാദശി എന്താന്ന് മനസ്സിലായില്ല. ഓക്കെ പ്രഭു, മാർക്കിട്ട് വെച്ചിട്ടുണ്ട്. പ്രഭു താങ്ക് യു പ്രഭു. ശരി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭവാനി ഭർത്തൃശബ്ദേ ദിലേ പായീയ സന്തോഷ വിരുദ്ധമതീകൃത്നാമാ ദോഷ. വിവർത്തനം ശ്രീലപ്രഭുപാദ് കി ജയ്. ഇവിടെ മറ്റൊരു വലിയ ദോഷമുണ്ട്. താങ്കൾ അതീവ സംതൃപ്തിയോടെ ഭവാനി ഭർത്തൃ എന്ന വാക്ക് കോർത്തുണ്ടാക്കിയിരിക്കുന്നു. പക്ഷെ ഇത് വൈരുദ്ധ്യത്തിന്റെ ദോഷമുണ്ടാക്കുന്നു. ഭവാനി ശബ്ദേ കാശേ മഹാദേവേരേ ഗ്രഹിണി താൻഡ ഭർത്ത കാഹിലേ ദ്വിതീയ ഭർത്ത ജാനി. വിവർത്തനം. ഭവാനി എന്ന വാക്കിന്റെ അർത്ഥം ശിവന്റെ പത്നി എന്നാണ്. പിന്നെയും നാം അവളുടെ ഭർത്താവിനെ പ്രതിപാദിക്കുമ്പോൾ അവൾക്ക് മറ്റൊരു ഭർത്താവുണ്ടെന്ന് തോന്നിയേക്കാം. ശ്ലോകം 64. ശിവപത്നീരാ ഭർത്ത ഈഹ ശൂനീതേ വിരുദ്ധമതീകൃത ശബ്ദാചാത്രേന ഹേ ശുദ്ധ. ശിവന്റെ പത്നിക്ക് മറ്റൊരു ഭർത്താവുണ്ടെന്ന് കേൾക്കുന്നത് വൈരുദ്ധ്യമുളവാക്കുന്നു. അത്തരം പദങ്ങളുടെ ഉപയോഗം സാഹിത്യത്തിൽ സൃഷ്ടിക്കുന്ന ദോഷത്തെ വിരുദ്ധമതീകൃത് എന്ന് വിളിക്കുന്നു. ബ്രാഹ്മണപത്നീരാ ഭർത്താരാഹസ്തേ ദേഹാദാന ശബ്ദേ ശൂനീതേ ഈഹയ ദ്വിതീയ ഭർത്ത ജാന. ഈ ദാനം ബ്രാഹ്മണന്റെ പത്നിയുടെ ഭർത്താവിന്റെ കയ്യിൽ കൊടുക്കൂ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ പരസ്പര വിരുദ്ധമായ ആ വാക്കുകൾ കേൾക്കുന്ന ഒരുവൻ തൽക്ഷണം ബ്രാഹ്മണന്റെ പത്നിക്ക് മറ്റൊരു ഭർത്താവ് ഉണ്ടെന്ന് സംശയിക്കും. വിഭാവതി ക്രിയായ വാക്യ സാംഗപുനവിശേഷണ അദ്ഭുത ഗുണായേ പുനരത ദൂഷണ. വിഭാവതി എന്ന പ്രക്രിയ കൊണ്ടുള്ള പ്രസ്താവന പൂർണ്ണമാണ്. അദ്ഭുത ഗുണ എന്ന വിശേഷണത്താൽ അതിനെ വീണ്ടും വിശേഷിപ്പിക്കുമ്പോൾ ആവർത്തന ദോഷം ഉണ്ടാകുന്നു. തീനാപാദേയാനുപ്രാസാദേഖീയാനുപമ ഏകാപാദേനാഹി ദോഷാന ഭഗ്നക്രമ. ശ്ലോകത്തിന്റെ 3 വരികളിൽ അസാധാരണമായ അനുപ്രാസമുണ്ട്. പക്ഷേ ഒരു വരിയിൽ മാത്രം അതില്ല. ഈ ഭഗ്നക്രമം എന്ന ദോഷമാണ് ഇത് ഭഗ്നക്രമം എന്ന ദോഷമാണ്. ഇതെന്നുണ്ടോ? ഇത് ദോഷമാണെന്നേ പുസ്തകത്തിൽ കണ്ടോളൂ. അതുകൊണ്ടാ ഇത് ഭഗ്നക്രമം എന്ന ദോഷമാണ്. അടുത്തത് വായിക്കാമോ? അതെയോ? ആരെങ്കിലും ഉണ്ടോ? കറങ്ങി വരാം. നമുക്ക് ഒരു റൗണ്ട് ഒന്ന് പോകാൻ പറ്റുമോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 68 ആരെങ്കിലും? ഹരേ കൃഷ്ണ പ്രഭു വായിക്കട്ടെ? വായിച്ചോളൂ. എത്രാമത്തെ പ്രഭു?
68. ഒരു 4 ശ്ലോകം വായിക്കും. 68 അല്ലേ? ആ. ഹരേ കൃഷ്ണ. യദ്യപി യൈ ശ്ലോകേ ആചേ പഞ്ച അലങ്കാര യൈ പഞ്ചദോഷേ ശ്ലോകാര. ഈ ശ്ലോകത്തെ ഭംഗിപ്പെടുത്തുന്ന 5 അലങ്കാരങ്ങൾ ഉണ്ടെങ്കിലും മേൽപ്പറഞ്ഞ 5 ദോഷകരമായ അവതരണങ്ങൾ ശ്ലോകത്തെ മൊത്തത്തിൽ നശിപ്പിച്ചിരിക്കുന്നു. ശ്രീല പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ. ശ്ലോകം 69. ദശ അലങ്കാരേ യദി ഏക ശ്ലോകഃ ഏകദോഷേ സഭ അലങ്കാരഃ ക്ഷയ. വിവർത്തനം. ഒരു ശ്ലോകത്തിൽ സാഹിത്യപരമായ 10 അലങ്കാരങ്ങൾ ഉണ്ടെങ്കിലും തെറ്റായ ഒരു പ്രയോഗം പോലും മുഴുവൻ ശ്ലോകത്തെയും അവ അസാധുവാക്കുന്നു. 70. ശ്ലോകം 70. സുന്ദര ശരീരയൈശ്ചേ ഭൂഷണേ ഭൂഷിത ഏകശ്വേത കുഷ്ടേ യൈശ്ചേ ഹരയേ വിഗീത. വിവർത്തനം. ശ്രീല പ്രഭുപാദ് കി ജയ്. ഒരുവന്റെ മനോഹരമായ ശരീരം ആഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ടതാകാം. എന്നാൽ വെളുത്ത കുഷ്ഠത്തിന്റെ ഒരു വടു പോലും ആ ശരീരത്തെ പൂർണ്ണതയാ നിന്ദ്യമാക്കുന്നു. ഭാവാർത്ഥം. കാവ്യാലങ്കാരങ്ങളുടെ പ്രാമാണികനായിരുന്ന ഭരതമുനി ഇക്കാര്യത്തെ കുറിച്ച് പറഞ്ഞത് അടുത്ത ശ്ലോകത്തിൽ കാണാം. ശ്ലോകം 71. രാസാലങ്കാരവത് കാവ്യം ദോഷയുക്തേദ് വിഭൂഷിതം സ്യാദ്ഭൂസുന്ദരമഭിശ്വിത്രേണേകേന ദുർഭഗം. വിവർത്തനം. ഒരുവന്റെ ശരീരം ആഭരണങ്ങളാൽ മനോഹരമായി അലങ്കരിച്ചാലും ശ്വേതകുഷ്ഠത്തിന്റെ ഒരു വെളുത്ത വടു അതിനെ ദുർഭഗമാക്കും. അതുപോലെ ഒരു കാവ്യത്തിൽ അനുപ്രാസവും ഉപമകളും അലങ്കാരങ്ങളും ഉണ്ടായാലും ഒരേ ഒരു ദോഷം അതിനെയെല്ലാം വികലമാക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അടുത്തത് ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. പഞ്ച അലങ്കാരേര ഏബേശൂന വിചാര ദൂയി ശബ്ദാലങ്കാര തീന അർത്ഥ അലങ്കാര. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ്. ജയ് ശ്രീല പ്രഭുപാദ്. ഇനി 5 അലങ്കാരങ്ങളുടെ വിവരണം ശ്രവിച്ചാലും 2 ശബ്ദാലങ്കാരങ്ങളും 3 അലങ്കാരങ്ങളുമുണ്ട്. ശ്ലോകം 73. ശബ്ദാലങ്കാരാതീന പാദേ അച്ഛേ അനുപ്രസാദ ശ്രീലക്ഷ്മി ശബ്ദേ പുനരുക്തവത് ആഭാസ. 3 വരികളിൽ അനുപ്രാസം എന്ന ശബ്ദാലങ്കാരമുണ്ട്. ശ്രീ, ലക്ഷ്മി എന്നീ വാക്കുകളുടെ സംയോജനത്തിൽ ഒരേ പദത്തിന്റെ ആവർത്തനത്തിന്റെ ലക്ഷണം ചെറുതായുണ്ട്. ശ്ലോകം 74. പ്രഥമ ചരണേ പഞ്ചദ കരേര പാന്തി തൃതീയ ചരണേ ഹയ പഞ്ചരേവ സ്ഥിതി. ആദ്യത്തെ വരിയുടെ രചനയിൽ ത എന്ന അക്ഷരം 5 തവണ സ്ഥാനം പിടിച്ചിരിക്കുന്നു. 3-ാമത്തെ വരിയിൽ ര എന്ന അക്ഷരം 5 തവണ ആവർത്തിക്കുന്നു. ശ്ലോകം 75. ചതുർത്ഥ ചരണേ ചരി പകാര പ്രകാശ അതയേവ ശബ്ദാലങ്കാര അനുപ്രാസ. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ്. ജയ് ശ്രീല പ്രഭുപാദ്. 4-ാമത്തെ വരിയിൽ ഭ എന്ന അക്ഷരം 4 പ്രാവശ്യം വരുന്നു. ഈ അനുപ്രാസം ശബ്ദങ്ങളുടെ ഹൃദ്യമായ ആലങ്കാരിക പ്രയോഗം ആയിട്ടുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഗോപാൽ പ്രഭു. ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടോ? കേൾക്കാൻ പ്രഭു. സോറി, ഞാനിവിടെ ഒരു ചെറിയ തിരക്കിലായി പോയി. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, എങ്ങനെയാണ് ചൈതന്യ മഹാപ്രഭു കേശവ കാശ്മീരുമായിട്ട് ആ ഒരു അദ്ദേഹത്തിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ആ ശ്ലോകത്തിന്റെ പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ തുടക്കത്തില് അതിന്റെ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലെ? ആദ്യം ഗുണങ്ങളാണ് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് പറഞ്ഞു ഇതിന് ദോഷങ്ങളുണ്ട്, ഞാൻ പറയാം യദി തുമി ന കരോ രോഷ, രോഷാകുലനായില്ലെങ്കിൽ ദോഷങ്ങളെ കുറിച്ച് പറയാന്ന് പറഞ്ഞ് ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ട് പിന്നെ അവസാനം ഈ 5 ദോഷങ്ങളെ കുറിച്ച് നമ്മളിപ്പോ കണ്ട പുനരുക്തി, എന്തൊക്കെയാണ് ഭഗ്നക്രമം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 5 ദോഷങ്ങളെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നോക്കുമ്പോ ഈ ശ്ലോകങ്ങൾ നോക്കുമ്പോ വീണ്ടും അതിന്റെ ഗുണങ്ങളെ കുറിച്ച് പറയുന്നു അല്ലെ? അപ്പൊ അത് വാസ്തവത്തില് ഒരു വ്യക്തിക്ക് നമ്മള് അവരെ കറക്റ്റ് ചെയ്യാനോ അവർക്കൊരു ഫീഡ്ബാക്ക് കൊടുക്കാനോ ഉള്ള ഒരു രീതിയെ കുറിച്ച് പറയുന്നു. അതായത് ആദ്യം നല്ലത് പറയുക,
പിന്നെ അതിനുശേഷം എന്താണോ പറയേണ്ടത്, ചില കുറ്റങ്ങളും കുറവുകളും ഉണ്ട്, അത് പറയുക, പറയാതിരിക്കണ്ട. പക്ഷെ അവസാനം എന്ത് ചെയ്യുക, വീണ്ടും നല്ലത് പറഞ്ഞ് അതിനെ കംപ്ലീറ്റ് ചെയ്യുക. മനസ്സിലായില്ലേ? ഒരു സാൻഡ്വിച്ച് പോലെ രണ്ടറ്റത്തും രണ്ട് സൈഡിലും ബ്രെഡ്, നടുക്ക് ഫില്ലിംഗ് എന്ന് പറയുന്ന പോലെ ഈ ഒരു ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ അങ്ങനെ ചെയ്യാം. നമുക്ക് നല്ലത് ആദ്യം പറയുക, പിന്നെ അത് കഴിഞ്ഞിട്ട് പറയേണ്ട പ്രശ്നം പിന്നെ പറയാ, ശേഷം വീണ്ടും നല്ലത് പറഞ്ഞ് എന്ത് ചെയ്യും. അതെ, നല്ലത് വെച്ച് നമ്മൾ സമാപിപ്പിക്കുക. അങ്ങനെ അല്ലാത്തപ്പോഴാണ് നമുക്ക് അറിയാം എങ്ങനെയാണ് സംഭവിക്കുന്നത്. ചിലപ്പോൾ നല്ലത് വെച്ച് തുടങ്ങും, പിന്നെ നമ്മൾ അതിന്റെ കുറവുകൾ പറഞ്ഞിട്ട് പിന്നെ നല്ലത് പറയാതെ നിർത്തും. അപ്പൊ എന്താണ് നമ്മുടെ മനസ്സിലുണ്ടാവുക തിരിച്ചു പോകുമ്പോ? അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പറഞ്ഞ മോശമായത് അല്ലെങ്കിൽ അത് കിടക്കും മനസ്സിൽ. അതെ, എപ്പോഴും അവസാനം പറഞ്ഞത് തലയിൽ നിൽക്കും അല്ലെ? അതെ. അപ്പൊ അതൊരു ജസ്റ്റ് പറയണമെന്ന് തോന്നി ഇത് കേട്ടപ്പോ. ഹരേ കൃഷ്ണ. പ്രഭുവിന് സംസാരിക്കാം. ഒരു 58 ഒരു ഏകാദശി തത്വത്തിൽ നിന്നുള്ളതാണെന്ന് പറയുന്നുണ്ട്. അതെന്താണ്? അടുത്ത ദിവസം മതിയെങ്കിൽ മതി, എന്താണെന്നൊന്നും അറിയാൻ. ഏകാദശി തത്വം ബുക്കാണോ അത്? അല്ല, ഹരേ ഇവിടെ കൃഷ്ണ. എഴുതിയ 58ാമത്തെ ശ്ലോകത്തിലെ അവിടെ അറിയപ്പെടുന്നതിനെ ആദ്യം ഇല്ലാതെ അറിയപ്പെടാത്തതിനെ അവതരിപ്പിക്കരുത്. എന്തെന്നാൽ ശരിയായ അടിസ്ഥാനമില്ലാത്ത ഒന്നിനെ ഒരിക്കലും സ്ഥാപിക്കാൻ കഴിയില്ല എന്ന് വിവർത്തനം പറഞ്ഞിട്ട് ഭാവാർത്ഥത്തിൽ പറയുന്നു. ഏകാദശി തത്വത്തിൽ നിന്നുള്ള ഒരു ശ്ലോകമാണ് ഇത് എന്ന് പറയുന്നത്. 58ാമത്തെ ശ്ലോകത്തിന് അനുവാദം അതെന്താണ് ഏകാദശി തത്വം എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ നോക്കി പറയാം ബ്രോ, അടുത്ത ദിവസം ഇംഗ്ലീഷ് നോക്കി പറയാം. ഹരേ കൃഷ്ണ. പ്രഭുജി പറയൂ. പറഞ്ഞോട്ടെ? മാതാജി പറയൂ. അത് ഞാൻ നോക്കിയതാണ് കേട്ടോ. വേദാന്ത ദേശികാചാര്യർ എന്ന ആചാര്യൻ എഴുതിയ ഒരു സംസ്കൃത കാവ്യാണ് അത്. ഏകാദശിയുടെ മഹാത്മ്യത്തെ കുറിച്ച് പറയുന്നതാണ്. ആ ശ്ലോകം സംസ്കൃതമാണ്. മറ്റൊക്കെ ബംഗാളി ഇല്ലേ, ഇത് പൂർണ്ണമായിട്ടും സംസ്കൃതമാണ്. ആ കൃതിയിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ളതാണ്. ഹരേ കൃഷ്ണ. അതേപോലെ ഇനി ഒന്ന് ഭരത മുനിയുടെ ഒരെണ്ണം കൂടെ വരുന്നുണ്ട്. വേദാന്ത ദേശികരുടെ അല്ലേ? ഹരേ കൃഷ്ണ. അതെ പ്രഭുജി. ഓക്കെ, വേദാന്ത ദേശികരെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ശ്രീ വൈഷ്ണവ ആചാര്യനാണ്. ഓക്കെ പ്രഭു. മാതാജി താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭു, പ്രണാമം. വേദാന്ത ദേശികരെ കുറിച്ച് ഒന്ന് കുറച്ച് പറയാൻ പറ്റുമോ? പറയൂ മാതാജി. അല്ല, പറയാമോന്ന് ഞാൻ പ്രഭുവിനോട് ചോദിക്കാം. എനിക്കറിയില്ല. അല്ല, ഗോപാൽ പ്രഭു ഇന്ന് ഇപ്പൊ പറയാൻ സാധ്യതയില്ല. പ്രഭു മറ്റു വർക്ക് എന്നാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ പ്രഭു അത്യാവശ്യം കയറുന്നതാണ്. നമുക്ക് നോട്ട് ചെയ്തിട്ടുണ്ട്. വേദാന്ത ദേശികരെ പറ്റിയ പ്രഭു ചെറുതായിട്ട് അടുത്ത ദിവസം ആയിക്കോട്ടെ. ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് മാതാജി വേണ്ടി. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. 76ാമത്തെ ശ്ലോകത്തിൽ നിന്ന് കണ്ടിന്യൂ ചെയ്യാം. പുസ്തകമുള്ള അടുത്ത സ്വരൂപ് പ്രഭു. ഹരേ കൃഷ്ണ. കൗസല്യ മാതാജി. ഹരേ കൃഷ്ണ. 76 അല്ലേ പ്രഭു? 76. ഹരേ കൃഷ്ണ. ശ്രീ ശബ്ദേ ലക്ഷ്മി ശബ്ദേ ഏകവസ്തു ഉക്ത പുനരുക്ത പ്രായാഭാസേ നഖേ പുനരുക്ത. വിവർത്തനം ശ്രീല പ്രഭുപാദ് ജയ്. ശ്രീ ലക്ഷ്മി എന്നീ വാക്കുകൾ ഒരേ അർത്ഥമാണ് ധ്വനിപ്പിക്കുന്നത് എന്നതിനാൽ അവ ഏറെക്കുറെ ആവർത്തനമാണ്. എന്നിരുന്നാലും അവ ആവർത്തനമല്ല താനും. ശ്ലോകം 77. ശ്രീയുക്ത ലക്ഷ്മി അർത്ഥേരാവിഭേദ പുനരുക്തവത് ആഭാസ ശബ്ദാലങ്കാരാഭേദ. വിവർത്തനം ശ്രീല പ്രഭുപാദ് ജയ്. ലക്ഷ്മിയെ ശ്രീയുടെ ഐശ്വര്യത്തിന്റെ ഉടമയായി വർണ്ണിക്കുമ്പോൾ ആവർത്തനത്തിന്റെ ചെറിയൊരു ഗന്ധമുണ്ടെങ്കിലും അർത്ഥവ്യത്യാസം ഉണ്ടാകുന്നു. വാക്കുകളുടെ രണ്ടാമത്തെ ആലങ്കാരിക പ്രയോഗം ഇതാണ്.
ശ്ലോകം 78. ലക്ഷ്മീരിവ അർത്ഥാലങ്കാര ഉപമാ പ്രകാശ ആര അർത്ഥാലങ്കാര ആച്ചേ നാമ വിരോധാഭാസ. വിവർത്തനം. ലക്ഷ്മീർ ഇവ, ലക്ഷ്മിയെ പോലെ എന്ന വാക്കുകളുടെ പ്രയോഗം ഉപമ എന്ന അലങ്കാരത്തെ ആവിഷ്കരിക്കുന്നു. വിരോധാഭാസം, പരസ്പര വിരുദ്ധമായ സൂചന എന്ന അർത്ഥാലങ്കാരവും ഈ ശ്ലോകത്തിൽ ഉണ്ട്. ശ്ലോകം 79. ഗംഗാദേ കാമലാ ജന്മേ സഭാരാ സുബോധ കമലേ ഗംഗാരാ ജന്മ അത്യന്ത വിരോധ. വിവർത്തനം. ശ്രീല പ്രഭുപാദ്. ഗംഗാനദിയിൽ താമരപ്പൂക്കൾ വളരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഗംഗാനദി ഒരു താമരപ്പൂവിൽ നിന്ന് ജന്മമെടുക്കുന്നുവെന്ന് പറയുന്നത് അത്യന്തം വൈരുദ്ധ്യപൂർണമാണ്. ശ്ലോകം 80. ഹരേ കൃഷ്ണ. ഈഹാൻ വിഷ്ണുപാദ പത്മ ഗംഗാരാ ഉൽപത്തി വിരോധാലങ്കാരായിക മഹാചമൽ കൃതി. വിവർത്തനം. ശ്രീല പ്രഭുപാദ് കി ജയ്. ഗംഗയുടെ ഉത്ഭവം വിഷ്ണുവിന്റെ പാദപത്മങ്ങളിൽ നിന്നാണ്. താമരപ്പൂവിൽ നിന്ന് ജലം ഉത്ഭവിക്കുന്നുവെന്ന പ്രസ്താവം വൈരുദ്ധ്യാത്മകമെങ്കിലും ഭഗവാൻ വിഷ്ണുവുമായുള്ള ബന്ധത്തിൽ അത് വലിയ ഒരു അത്ഭുതമായി തീരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, താങ്ക് യു. തുടരാം. 81 നീണ്ടൊരു പറഞ്ഞു. ഹരേ കൃഷ്ണ. ശ്ലോകം 81. ഈശ്വരാജിന്യ ശക്തേ ഗംഗാര പ്രകാശ ഇഹാദേ വിരോധ നഹി വിരോധ ആഭാസ. വിവർത്തനം. ഭഗവാന്റെ അചിന്ത്യ ശക്തിയിൽ നിന്നുള്ള ഗംഗയുടെ ഈ ഉത്ഭവത്തിൽ വൈരുദ്ധ്യമില്ല, എങ്കിലും വിരോധാഭാസമായി തോന്നിക്കുന്നു. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കി. ഭഗവാൻ വിഷ്ണുവിന്റെ അചിന്ത്യ ശക്തിയെ അംഗീകരിക്കുക എന്നതാണ് എല്ലാ വൈഷ്ണവ തത്വശാസ്ത്രത്തിന്റെയും കേന്ദ്രബിന്ദു. ഭൗതിക വീക്ഷണത്തിൽ ചിലപ്പോൾ പരസ്പര വിരുദ്ധമായി തോന്നുന്നവയെപ്പോലും ഭഗവാനുമായി ബന്ധപ്പെടുത്തി യുക്തിയുക്തം മനസ്സിലാക്കാൻ കഴിയും. എന്തുകൊണ്ടെന്നാൽ അവിടെ നിന്ന് തൻ്റെ അചിന്ത്യ ശക്തികളാൽ പരസ്പര വിരുദ്ധമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയും. ആധുനിക ശാസ്ത്രജ്ഞന്മാർ എപ്പോഴും ആശയക്കുഴപ്പത്തിലാണ്. അന്തരീക്ഷത്തിൽ ഇത്രയധികം രാസപദാർത്ഥങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് വിശദീകരിക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല. ജലം ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും ഒരു സംയുക്ത പദാർത്ഥമാണെന്ന് ശാസ്ത്രജ്ഞന്മാർ വിശദീകരിക്കുന്നു. പക്ഷെ ഇത്രയും ബൃഹത്തായ അളവിൽ ഹൈഡ്രജനും ഓക്സിജനും എവിടെ നിന്ന് വരുന്നുവെന്നും അവ എങ്ങനെ മഹാസാഗരങ്ങളും കടലുകളും ഉൽപ്പാദിപ്പിക്കത്തക്ക വിധം സംയോജിക്കുന്നുവെന്നും ചോദിക്കുമ്പോൾ അവർക്ക് മറുപടിയില്ല. എന്തുകൊണ്ടെന്നാൽ അവർ എല്ലാം ജീവനിൽ നിന്നാണ് വരുന്നതെന്ന് അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത നിരീശ്വരവാദികളാണ്. ജീവൻ പദാർത്ഥത്തിൽ നിന്ന് വരുന്നുവെന്ന വിപരീത സിദ്ധാന്തമാണ് അവരുടേത്. ഈ രാസപദാർത്ഥങ്ങളെല്ലാം വരുന്നത് എവിടെ നിന്ന്? പരമദിവ്യോത്തമ പുരുഷ ഭഗവാന്റെ സങ്കല്പാതീതമായ ശക്തിവിശേഷത്തിൽ നിന്ന് അവ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നതാണ് ഉത്തരം. ജീവസത്തകൾ പരമപ്രഭുവിന്റെ അംശങ്ങളാണ്. അവരുടെ ശരീരങ്ങളിൽ നിന്നും ധാരാളം രാസപദാർത്ഥങ്ങൾ വരുന്നുണ്ടല്ലോ. ഉദാഹരണത്തിന്, ഒരു നാരകവൃക്ഷം ധാരാളം നാരങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന ജീവസത്തയാണ്. ഓരോ നാരങ്ങയിലും വലിയ തോതിൽ സിട്രിക് ആസിഡ് ഉണ്ട്. പരമപുരുഷന്റെ സൂക്ഷ്മാംശം മാത്രമായ ഒരു നിസ്സാര ജീവന് ഇത്രയും രാസവസ്തു ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെങ്കിൽ സാക്ഷാൽ പരമപുരുഷന്റെ ശരീരത്തിൽ എത്രമാത്രം ശക്തി ഉണ്ടായിരിക്കണം. ലോകത്തിലെ രാസപദാർത്ഥങ്ങളെല്ലാം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എവിടെ നിന്നാണെന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് പൂർണ്ണമായി വിശദീകരിക്കാൻ കഴിയുന്നില്ല. പക്ഷേ
പരമോന്നതന്റെ അചിന്ത്യ ശക്തി അംഗീകരിക്കുന്ന ഒരുവനും ഇത് പൂർണ്ണമായി വിശദീകരിക്കാൻ സാധിക്കും. ഈ വാദം നിഷേധിക്കാൻ യോഗ്യമായ യാതൊരു കാരണവുമില്ല. പരമപുരുഷന്റെ അംശമാത്രങ്ങളായ ജീവസത്തകളിലും ശക്തികൾ ഉണ്ടെന്നിരിക്കെ ഭഗവാനിൽ എത്രമാത്രം ശക്തി ഉണ്ടായിരിക്കണം? വേദങ്ങളിൽ വിവരിച്ചിട്ടുള്ളതുപോലെ നിത്യോ നിത്യാനാം ചേതന ചേതാനാം ചേതന ചേതനാനാം അവിടുന്ന് എല്ലാ ശാശ്വതരിലും വച്ച് മുഖ്യ ശാശ്വതനും എല്ലാ ജീവസത്തകളിലും വച്ച് മുഖ്യനായ ജീവസത്തയുമാകുന്നു. കടോപനിഷത്തിലേതാ. ദൗർഭാഗ്യവശാൽ ജഡപദാർത്ഥം വരുന്നത് ജീവനിൽ നിന്നാണെന്ന് നാസ്തിക ശാസ്ത്രം അംഗീകരിക്കില്ല. തികച്ചും അസാധ്യമെങ്കിലും ജീവൻ വരുന്നത് പദാർത്ഥത്തിൽ നിന്നാണെന്ന യുക്തിഹീനവും മൂഢവുമായ പ്രസ്താവനയിൽ ശാസ്ത്രജ്ഞന്മാർ ശാഠ്യം പിടിക്കുന്നു. ഭൗതിക ദ്രവ്യത്തിന് ജീവനെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് അവരുടെ പരീക്ഷണശാലകളിൽ തെളിയിക്കാനായില്ല. എന്നാൽ ഭൗതിക ദ്രവ്യം ജീവനിൽ നിന്നാണ് വരുന്നതെന്ന് തെളിയിക്കുന്ന ആയിരം ദൃഷ്ടാന്തങ്ങളുണ്ട്. അതിനാൽ പരമപുരുഷന്റെ അചിന്ത്യ ശക്തികളെ വാസ്തവമെന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏതൊരു മഹാദാർശികനെന്നോ ശാസ്ത്രജ്ഞനെന്നോ ഭഗവത് ശക്തിവിശേഷങ്ങളെ നിഷേധിക്കുന്ന ഒരു സിദ്ധാന്തവും മുന്നോട്ട് വയ്ക്കാനാവില്ലെന്ന് ശ്രീ ചൈതന്യ ചരിതാമൃതത്തിൽ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നു. താഴെ വരുന്ന സംസ്കൃത ശ്ലോകത്തിൽ ഇത് വിവരിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ എപ്പോഴും മനസ്സിൽ വയ്ക്കേണ്ട ഒരു ശ്ലോകമാണ്. ഇപ്പൊ വായിച്ചതല്ലേ? ശ്ലോകം 82. ശ്ലോകം 82. അംബുജം അംബൂനിജാതം അംബുനിജാതം കോചിദ്വപിനജാ. പറഞ്ഞോളൂ ബ്രോ. വായിച്ചോളൂ. ആരാ വായിക്കുന്നത്? ഞാൻ സ്വരൂപ്രഭു ആണോ? ഇല്ല, ഇപ്പൊ ഇടയ്ക്ക് വായിച്ചു. വേറെ ആരോ വായിച്ചോ? അത് എനിക്കൊന്നു ഹരിഗോവിന്ദ് ബന്ധുവിന്റെ അൺമ്യൂട്ട് ആയി പോയതാ. വായിച്ചു. രണ്ടെണ്ണം കൂടി വായിച്ചു. അത് ഡിഫിക്കൽട്ട് ശ്ലോകം. അംബുജം അംബൂനിജാതം ത്വചിദവിനജാതം അംബുജാദംബു മുരവിധി തദ്വിബ്ജ വിപരീതം പാദാംബോജാൻ മഹാനദി ജാത. ഇത് ഡിഫിക്കൽട്ടാണ് ബ്രോ, ഇത് തോന്നുന്നു. ഓക്കെ. വിവർത്തനം: താമരപ്പൂക്കൾ ജലത്തിൽ ജാതമാകുന്നുവെന്നും എന്നാൽ ഒരു താമരപ്പൂവിൽ നിന്ന് ജലം ഉദ്ഭവിക്കുകയില്ലെന്നും എല്ലാവർക്കും അറിയാം. എന്നാൽ അത്തരം വൈപരീത്യങ്ങളെല്ലാം കൃഷ്ണനിൽ സാധ്യമാകുന്നു. മഹാനദിയായ ഗംഗ ഉദ്ഭവിക്കുന്നത് അവിടത്തെ താമര തിരുവടിയിൽ നിന്നാണ്. ശ്ലോകം 83. ഗംഗാരാമത്വസാധ്യ സാധനതാഹാര വിഷ്ണുപദോത്പത്തി അനുമാന അലങ്കാര. വിവർത്തനം: ഗംഗയുടെ യഥാർത്ഥ മഹത്വം അവൾ വിഷ്ണു ഭഗവാന്റെ പാദകമലങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നു എന്നുള്ളതാണ്. ഇത് അനുമാനമെന്ന മറ്റൊരു അലങ്കാരമാണ്. ശ്ലോകം 84. ഇതൊന്ന് നോട്ട് ചെയ്തോണ്ടേ ബ്രോ, ഈ ശ്ലോകം 83. ശ്ലോകം 84. സ്ഥൂലയൈ പഞ്ചദോഷ പഞ്ച അലങ്കാര സൂക്ഷ്മ വിചാരിയേ യതി ആചയേ അപാര. വിവർത്തനം: ഞാൻ ഈ ശ്ലോകത്തിലെ ഉപരിപ്രകടമായ 5 തെറ്റുകളും സാഹിത്യപരമായ 5 അലങ്കാരങ്ങളും മാത്രമാണ് ചർച്ച ചെയ്തത്. പക്ഷേ സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്ന പക്ഷം എണ്ണമറ്റ കുറവുകൾ കാണാൻ കഴിയും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും ഇതുവരെ വായിച്ചതിൽ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും കമന്റ്സ്? പ്രഭു, ഈ 83 മാർക്ക് ചെയ്താൻ പറഞ്ഞത് അതിന്റെ അർത്ഥം പറഞ്ഞിട്ടാണ്, അതുകൊണ്ടാണോ? ഗംഗയുടെ യഥാർത്ഥ മഹത്വം അതെ, അതിന്റെ ഡീറ്റെയിൽ ഡിസ്കഷന് വേണ്ടിയിട്ടല്ലേ? അതെ.
അതെ. ഇത് അനുമാനം എന്ന മറ്റൊരു അലങ്കാരമാണ്. അതൊരു ഡൗട്ട്. ഇത് അനുമാനം എന്ന മറ്റൊരു അലങ്കാരമാണെന്നുള്ളത്. അതെന്താണ് അതിന്റെ അർത്ഥം? അത് ശ്ലോകത്തിൽ തന്നെ അങ്ങനെ പറയുന്നത്. വിഷ്ണു പദോത്പത്തി അനുമാന അലങ്കാരം. ചോദിക്കാം, മാർക്ക് ചെയ്തിട്ടുണ്ട്. ചോദിക്കാം. ഈ 82ാമത്തെ ശ്ലോകം ആരോ ഇടയ്ക്കൊന്ന് വായിച്ചേ, വേറൊരു അത് ടോണിൽ. ഹരിവോൻ പ്രഭുവാ. അടുത്ത ഹരിവോൻ പ്രഭു തുടർന്ന് ഹരിവോൻ പ്രഭുവിനോട് 82 വേണേ ഒന്നുകൂടി വായിക്കാൻ പറയാല്ലേ, ട്യൂണിൽ. ഹരിവോന്ത പ്രഭു, ഹരീഷ ഈ 82 ശ്ലോകം ഒന്ന് വായിച്ച പ്രഭു. 82 തുടങ്ങണുണ്ടോ? ആ ശ്ലോകം ഒന്ന് വായിക്കൂ, എന്നിട്ട് 85 വായിക്കും. ഓക്കെ, അത് വായിച്ചല്ല. അല്ല, വായിച്ചു പ്രഭു, നല്ലപോലെ വായിച്ചു. അത് വായിക്കാം. അംബുജം അംബുനീജാതം ക്വചിദ്വിനജാതം അംബുജാത് അംബു മുരി ഭിവി തത് വിപരീതം പാദാംബോജാൻ മഹാനദിജാത. താമരപ്പൂക്കൾ ജലത്തിൽ ജാതമാകുന്നുവെന്നും എന്നാൽ ഒരു താമരപ്പൂവിൽ നിന്ന് ജലം ഉത്ഭവിക്കുകയില്ലെന്നും എല്ലാവർക്കും അറിയാം. എന്നാൽ അത്തരം വൈപരീത്യങ്ങളെല്ലാം കൃഷ്ണനിൽ സാധ്യമാകുന്നു. മഹാനദിയായ ഗംഗ ഉത്ഭവിക്കുന്നത് അവിടുത്തെ താമര തിരുവടികളിൽ നിന്നാണ്. 85. ഈ അലങ്കാരം എന്ന് പറയുന്നത് ഓരോ ഇതിലെ എന്താ ഗ്രാമാറ്റിക് അതാണ്. ഓരോ അലങ്കാരം, ഓരോ വൃത്തം അലങ്കാരം എന്ന് പറയുന്നില്ലേ, അതൊക്കെ ഇത് അനുമാനം എന്ന മറ്റൊരു അലങ്കാരമാണ്. അലങ്കാരത്തിന്റെ പേരാണ് അനുമാനം. അതെ, എന്നാണ് തോന്നുന്നത്. അതിന് മുന്നേയുള്ള സെന്റൻസ് ഉണ്ടല്ലോ, ഗംഗയുടെ യഥാർത്ഥ മഹത്വം അവൾ വിഷ്ണുപാദത്തിന്റെ പാദകമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഇത് അനുമാനം. അതാണ് എന്താണ് അങ്ങനെ അവിടെ ഒരു അനുമാന അലങ്കാരം വരാം. അല്ല, അനുമാനം എന്ന് പറയുന്ന ഒരു അലങ്കാരമുണ്ട്. അങ്ങനെ ആയിരിക്കും ആ അലങ്കാരത്തിന്റെ ഗ്രാമറിനെ കുറിച്ച് മാത്രമാണ്. അതെ. ഓക്കെ, ഇനി അടുത്തത് 84 തൊട്ടോ. 85. പ്രതിഭ കവിത തോമാര ദേവത പ്രസാദേ അവിചാര കാവ്യേ അവശ്യ പടേദോഷ ബാധേ. താങ്കളുടെ ആരാധ്യദേവതയുടെ കൃപയാൽ താങ്കൾ കാവ്യഭാവനയും പ്രതിഭയും നേടിയിട്ടുണ്ട്. പക്ഷേ കാവ്യം സൂക്ഷ്മമായി നിരൂപണം ചെയ്യപ്പെടാതാകയാൽ നിശ്ചയമായും വിമർശനത്തിന് വിഷയീഭവിക്കും. ശ്ലോകം 86. വിചാരി കവിത്വ കൈല ഹയ സുനിർമല സാലങ്കാര ഹൈലേ അർത്ഥ കരേ ചലമല. ഉചിതമായ വീണ്ടുവിചാരത്തോടുകൂടി ഉപയോഗിക്കപ്പെടുന്ന കാവ്യ നൈപുണ്യം നിർമ്മലമായിരിക്കും. അലങ്കാരങ്ങളും ഉപമകളും ചേർത്ത് അതിനെ ശോഭനീയമാക്കാനും സാധിക്കും. അപ്പൊ അതാണ് അലങ്കാരം, ഉപമ, വൃത്തം എന്നൊക്കെ പറയണത്. അത് ഒരു ഇതാണ്. പിന്നെ ശൂനിയ പ്രഭുരെ വ്യാഖ്യ ദിഗ്വിജയി വിസ്മിത മുഖേ നിംസാരേ വാക്യ പ്രതിഭ സ്തംഭിത. മഹാപ്രഭുവിന്റെ വിശദീകരണം ശ്രവിച്ച അദിഗ്വിജയി പണ്ഡിതൻ അത്ഭുത സ്തബ്ധനായി. തന്റെ വാക്ചാതുര്യവും കഴിവുമെല്ലാം സ്തംഭിച്ചു പോയ അദ്ദേഹത്തിന് ഒന്നുരിയാടാൻ പോലും കഴിയാത്ത അവസ്ഥയായി. ശ്ലോകം 88. കഹിതേ ചാഹയേ കിച്ചു ന ആയിസേ ഉത്തര തബേ വിചാരയേ മനെ ഹയ്യ ഫൻഫര. ഏതെങ്കിലും ഒന്ന് സംസാരിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. എന്നാൽ മറുപടിയായി ഒരു ശബ്ദവും പുറത്തു വന്നില്ല. അപ്പോൾ അദ്ദേഹം ഈ അന്താളിപ്പിനുള്ള കാരണത്തെ സ്വന്തം മനസ്സിനുള്ളിൽ ചെന്ന് തിരയുവാൻ തുടങ്ങി. ശ്ലോകം 89. പടുയ ബാലക കൈല മൊര ബുദ്ധി ലോപ ജാനി സരസ്വതി മോരെ കരിയാച്ചനെ കോപ. ഈ വെറും ബാലകൻ എന്റെ ബുദ്ധിയെ തടഞ്ഞു വെച്ചിരിക്കുന്നുവല്ലോ. അതിനാൽ സരസ്വതി ദേവി എന്നോട് കോപത്തിലാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഭാവാർത്ഥം ജയശ്രീ പ്രഭുപാദ് കി ജയ്. സർവാന്തര്യാമിയായ
പരമാത്മാവിൽ വിളങ്ങുന്ന പരമപുരുഷനിൽ നിന്നാണ് എല്ലാ ബുദ്ധിയും വരുന്നുവെന്ന് ഭഗവത്ഗീതയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. തന്റെ ജ്ഞാനത്തിൽ അഹങ്കരിച്ചിരുന്ന അദ്ദേഹം ഭഗവാനെ പോലും പരാജയപ്പെടുത്താൻ ആഗ്രഹിച്ചതിനാൽ ഭഗവാന്റെ ഇച്ഛാപ്രകാരവും സരസ്വതി ദേവിയുടെ മധ്യസ്ഥതയിലൂടെയും താൻ പരാജിതനാക്കപ്പെടുകയായിരുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ആ പരമാത്മാവ് തന്നെ പണ്ഡിതന് നൽകി. അതിനാൽ ആരും അവരുടെ പദവിയിൽ അമിതമായി അഹങ്കരിക്കരുത്. നോട്ട് ദ പോയിന്റ്. ഒരുവൻ മഹാപണ്ഡിതനെങ്കിൽ പോലും ഭഗവത് പാദങ്ങളോട് അപരാധം ചെയ്യുന്ന പക്ഷം അയാൾക്ക് ശരിയായ സംസാരിക്കാൻ കഴിയില്ല. എല്ലാ അർത്ഥത്തിലും താൻ നിയന്ത്രിതരാണ്. അതിനാൽ സദാസമയം ഭഗവാന് വിധേയരാവുകയും വെറുതെ കണ്ട് അഹങ്കരിക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ഏക ധർമ്മം. ദൃഗ്വിജയോട് ദാക്ഷിണ്യം കാട്ടി അദ്ദേഹത്തെ മഹാപ്രഭുവിനെ ശരണം പ്രാപിക്കാൻ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ് സരസ്വതി ദേവി ഈ സാഹചര്യം സൃഷ്ടിച്ചത്. ഹരേ കൃഷ്ണ. വായിക്കണോ? ഹരേ കൃഷ്ണ. ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. റെഡി ആയിട്ടുണ്ടെങ്കിൽ ഒരു 3:30 വരെ വായിക്കാം. അടുത്തത് ആരെങ്കിലും? പുസ്തകമുള്ള റെഡി ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ആദ്യത്തെ റൗണ്ടിൽ നിന്ന് വീണ്ടും തുടങ്ങാം. ശരി, വായിച്ചു. ശ്ലോകം 90. വ്യാഖ്യാകാരില സേ മനുഷ്യരന ഹേ ശക്തി നിമായി മുഖേ രഹി ബലെ ആപനെ സരസ്വതി. ശ്രീല പ്രഭാത് കി ജയ്. ഈ ബാലകൻ നൽകിയ വിസ്മയകരമായ വ്യാഖ്യാനം മനുഷ്യശക്തിക്ക് സാധ്യമായതല്ല. അതിനാൽ ഇദ്ദേഹത്തിന്റെ വക്ത്രത്തിലൂടെ സരസ്വതി ദേവി സ്വയം സംസാരിച്ചതാവണം. ശ്ലോകം 91. ഏതാഭാവി കാഹേശുന നിമായി പണ്ഡിത അദാ വ്യാഖ്യാശൂനി ആമി ആയിലാൻ വിസ്മിത. അതെ പ്രഭു, തെറ്റാണോ? സോറി. ഏതാഭാവി കാഹേശുന നിമായി പണ്ഡിത തവ വ്യാഖ്യാശൂനി ആമി ആയിലാൻ വിസ്മിത. ശ്രീല പ്രഭാത് കി ജയ്. ഇങ്ങനെ ചിന്തിച്ച പണ്ഡിതൻ പറഞ്ഞു, അല്ലയോ നിമായി പണ്ഡിത, ദയവായി കേൾക്കൂ. അങ്ങയുടെ വ്യാഖ്യാനം കേട്ട ഞാൻ അത്ഭുത സ്തബ്ധനായിരിക്കുന്നു. ശ്ലോകം 92. അലങ്കാര നാഹി പട നാഹി ശാസ്ത്രാഭ്യാസ കേമനെ ഏ സബ അർത്ഥ കാരിലെ പ്രകാശ. ശ്രീല പ്രഭാത് കി ജയ്. ഞാൻ അത്ഭുത പരവശനാകുന്നു. അങ്ങ് സാഹിത്യ വിദ്യാർത്ഥിയല്ല. ശാസ്ത്രങ്ങളുടെ പഠനത്തിൽ ദീർഘമായ പരിചയ സമ്പത്തുമില്ല. വിമർശനാത്മകമായ ഈ ആശയങ്ങളെല്ലാം വിശദീകരിക്കാൻ അങ്ങയ്ക്ക് എങ്ങനെ സാധിച്ചു? ശ്ലോകം 93. ഇഹാശുനി മഹാപ്രഭു അതിബഡരംഗി താൻഹര ഹൃദയ ജാനി കഹേ കരി ഭംഗി. ശ്രീല പ്രഭാത് കി ജയ്. ഇത് കേട്ട് പണ്ഡിതന്റെ ഹൃദയം മനസ്സിലാക്കിയ ശ്രീ ചൈതന്യ മഹാപ്രഭു നർമ്മരൂപേണ മറുപടി മൊഴിഞ്ഞു. ശ്ലോകം 94. ശാസ്ത്രേര വിചാര ഭാല മന്ദനാഹി ജാനി സരസ്വതി ഏ ബലായ സെയി ബലിവാണി. ശ്രീല പ്രഭാത് കി ജയ്. രചന നല്ലതോ മോശമോ എന്നതിനെ കുറിച്ച് എനിക്ക് അറിയില്ല. എന്നാൽ ഞാൻ പറഞ്ഞതെല്ലാം സരസ്വതി ദേവിയാൽ പറയപ്പെട്ടതാണെന്ന് അറിഞ്ഞാലും. ഒരെണ്ണം കൂടെ വായിക്കണോ പ്രഭു? അത് 4-നായല്ലോ പ്രഭു, 4-നായി തോന്നുന്നു. ഇനി ആരെങ്കിലും നരോത്തം പ്രഭു വായിക്കുന്നുണ്ടോ? അതോടെ നമുക്ക് വേണമെങ്കിൽ ആരും ഹാൻഡിൽ ചെയ്ത് സർവജയ മാതാജി വായിക്കും. ഹരേ കൃഷ്ണ പ്രഭു. ഓം ഭഗവതേ വാസുദേവായ. ശ്ലോകം 95. ഇഹാശുനി ദിഗ്വജയി കരില നിശ്ചയ ശിശുദ്വാരേ ദേവി മോരെ കൈല പരാജയാം. വിവർത്തനം. ശ്രീല പ്രഭാത് കി ജയ്. ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിൽ നിന്ന് ഈ വിധി ശ്രവിച്ച പണ്ഡിതൻ ഈ ചെറിയ കുട്ടിയിലൂടെ സരസ്വതി ദേവി തന്നെ പരാജയപ്പെടുത്താൻ ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണെന്ന് ഖേദപൂർവം വിസ്മയിച്ചു. ശ്ലോകം 96. ആജീതാൻരേ നിവേദിഭ കരി ജപ ധ്യാന ശിശുദ്വാരേ കൈല മോരെ ഏത അപമാനം. വിവർത്തനം. വിദ്യാദേവതയ്ക്ക് ഞാൻ പ്രാർത്ഥനകളും ധ്യാനവും സമർപ്പിക്കാം.
ദിഗ്വിജയി തീരുമാനിച്ചു, ഈ കുട്ടിയിലൂടെ എന്നെ ഇത്രയധികം അപമാനിച്ചത് എന്തിനാണെന്ന് ദേവിയോട് ചോദിക്കുകയും ചെയ്യാം. ശ്ലോകം 97. വസ്തുത സരസ്വതി അശുദ്ധ ശ്ലോക കരായില വിചാര സമയ താൻ്റെ ബുദ്ധി ആച്ഛാദിലാം. വിവർത്തനം. വാസ്തവത്തിൽ സരസ്വതി ദേവി ദിഗ്വിജയയെ ശ്ലോകം അശുദ്ധമായ രീതിയിൽ എഴുതാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. അതിനു പുറമെ അത് ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ അവൾ അദ്ദേഹത്തിന്റെ ബുദ്ധി മറയ്ക്കുകയും മഹാപ്രഭുവിന്റെ ബുദ്ധി വിജയിക്കുകയും ചെയ്തു. ശ്ലോകം 98. തബേ ശിഷ്യഗണ സഭ ഹാസിദേ ലാഗീല സഭ നിഷേധി പ്രഭു കവിരെ കഹില. വിവർത്തനം. അപ്രകാരം കവിവര്യൻ പരാജിതനായപ്പോൾ അവിടെ ഇരുന്നിരുന്ന മഹാപ്രഭുവിന്റെ ശിഷ്യന്മാരെല്ലാം പരിഹാസപൂർവ്വം ഉച്ചത്തിൽ ചിരിച്ചു. പക്ഷേ അവരോട് അങ്ങനെ ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ട മഹാപ്രഭു കവിയെ ഇപ്രകാരം സംബോധന ചെയ്തു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. നമുക്ക് ഒരെണ്ണം കൂടി വായിച്ചു നിർത്തിയാലോ? 100-ല് വേറെ ആരെങ്കിലും ബുക്ക് ഉണ്ട് വായിക്കാൻ റെഡി ആയിട്ടുണ്ടോ? 100 വായിക്കും. വായിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ വായിച്ച ആൾക്ക് തന്നെ വായിക്കും. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 100. ത്വമാരാ കവിത്വയേന ഗംഗാജലധാരാം ത്വമസമ കവി കോഥ നാഹി ദേഖി ആരാം. വിവർത്തനം. ഒരെണ്ണം ഹരേ കൃഷ്ണ മാതാജി. 99 വായിച്ചിട്ടില്ല. 99 വായിച്ചില്ല. 98 വരെ ഹരേ വായിച്ചു. കൃഷ്ണ. ഹരേ കൃഷ്ണ. തുമി ബഡ പണ്ഡിത മഹാകവി ശിരോമണി യാൻ രാമുഖേ ബാഹിരായ ഐച്ഛേ കാവ്യവാണി. വിവർത്തനം. ശ്രീല പ്രഭാത് കി ജയ്. താങ്കൾ മഹാപണ്ഡിതനും മഹാകവി ശിരോമണിയുമാണ്. അല്ലാത്ത പക്ഷം താങ്കളുടെ മുഖത്തു നിന്ന് ഇത്തരമൊരു സുന്ദരകാവ്യം എങ്ങനെ വരും? ശ്ലോകം 100. ത്വമാരാ കവിത്വയേന ഗംഗാജലധാര ത്വമസമ കവി കോഥ നാഹി ദേഖി ആരാ. വിവർത്തനം. ശ്രീല പ്രഭാത് കി ജയ്. താങ്കളുടെ കാവ്യവൈഭവം ഗംഗാജലത്തിന്റെ അനുസ്യൂത പ്രവാഹം പോലെയാണ്. താങ്കളോട് മത്സരിക്കാൻ കഴിവുള്ള ഒരു കവിയെയും ഇഹലോകത്തിൽ ഞാൻ കാണുന്നില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിക്കണോ കുറച്ചുകൂടി അതോ നിർത്തണോ? 3:30 കഴിഞ്ഞു. ഹരേ കൃഷ്ണ. പ്രഭുജി ഒരു അഭിപ്രായം പറഞ്ഞോട്ടെ. പറയൂ. ഇതില് നമ്മൾ കുറെ വ്യാകരണങ്ങളുടെ ചർച്ചയുണ്ടായിരുന്നു. അപ്പൊ അത് അറിയാവുന്ന ആരെങ്കിലും അത് നന്നായിട്ട് ഒന്ന് പറഞ്ഞാല്, ഇംഗ്ലീഷ് ഗ്രാമറും അല്ലെങ്കിൽ നമ്മുടെ മലയാളം ഗ്രാമറും ഇതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്തെന്ന് പറഞ്ഞാൽ താല്പര്യമുള്ളത് സംസ്കൃത വ്യാകരണം കുറച്ചുകൂടി ഒന്ന് മനസ്സിലാകും. അങ്ങനെ ഒരു അഭിപ്രായമാണ്. നമുക്ക് പ്രഭുവിനോട് ചോദിക്കാം. പ്രഭു നാളെ വരുമ്പോൾ ഡിസ്കസ് ചെയ്യാം. പ്രഭു ഇന്ന് പ്രഭു മാതാജി ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, പ്രഭു അവിടെ ആക്റ്റീവ് വർക്ക് എന്നിട്ടിരിക്കുന്നത്. അതാണ് ഗോപാൽ പ്രഭു ഇന്ന് ആക്റ്റീവ് അല്ലാത്തത്. പ്രഭു ആണ് ഇത് ലീഡ് ചെയ്യുന്നത്. ആക്ച്വലി നമ്മളിപ്പോ വായിച്ചു പോകുന്നതാണ്. ഇനി അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. പ്രഭുവോ അതുപോലെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ പറ്റിയിരുന്നെങ്കിൽ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് ഹരേ കൃഷ്ണ അത് നല്ലതായിരുന്നു. അലങ്കാരം, വൃത്തം, അനുമാനം ഒക്കെ ഉണ്ട്. അലങ്കാരം, വൃത്തം, അനുമാനങ്ങൾ പറയണ്ട. അതൊക്കെ കുറച്ചും കൂടെ വിശദീകരിച്ച് പ്രഭു നാളെ പറയും. കുറെ ഉണ്ട്. കുറെ ഇടയ്ക്കെല്ലാം ആദ്യം വന്ന ശ്ലോകത്തിലൊക്കെ ഒരുപാട് വ്യാകരണ സംബന്ധിയായ കാര്യങ്ങൾ വന്നിരുന്നു. ഹരേ അതെ മാതാജി, ഒത്തിരി കാര്യങ്ങൾ അറിയാനുണ്ട്. ആദ്യമൊക്കെ വായിച്ചു അത് ഞാൻ കേട്ടതുമില്ല, ഞാൻ പുറത്തായി. അല്ല, അത് മുഴുവൻ ഗ്രാമറിനെ കുറിച്ച് അതിന്റെ ഓരോന്നിന്റെ മിസ്റ്റേക്കുകളും ഒക്കെയാണ് ഞാൻ പറഞ്ഞത്. അതെ, അത് പറയുമ്പോഴേ നമുക്ക് കുറച്ച് സംസ്കൃത കൂടെ മനസ്സിലാകുമല്ലോ. പ്രഭു കുറച്ചും കൂടെ വായിക്കാം അല്ലേ? 108 വരെ വായിക്കാം. 108. ഇതിന്റെ വേണമെങ്കിൽ ആ 108 കൂടി വായിക്കാം. ശരി, 108 വരെ ആയിക്കോട്ടെ. 108 അല്ലേ? വായിക്കട്ടെ. വായിക്കാം. ആരെങ്കിലും വായിക്കുന്നുണ്ടോ? നരോത്തം പ്രഭു ഇടയ്ക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിരുന്നു. വായിക്കാനായിരുന്നോ അതോ? അല്ലെങ്കിൽ വായിക്കാം. രാധാരഞ്ജൻ പ്രഭു വായിക്കാൻ വരുന്നുണ്ട്.
നാദരഞ്ജൻ പ്രഭു की जय. നാദരഞ്ജൻ പ്രഭു ഒരു 4 വായിക്കും, എന്നിട്ട് നാരായണ പ്രഭു വായിച്ചു നിർത്താം. ഓക്കെ, 101 അതെ. നമോ ഭഗവതേ വാസുദേവായ. ഭവബോധി ജയ ദേവാര കാളിദാസ താൻസബാര കവിത്തെ അച്ചേ ദോഷേര പ്രകാശ. വിവർത്തനം. ഭവഭൂതി, ജയദേവൻ, കാളിദാസൻ തുടങ്ങിയ മഹാകവികളുടെ കാവ്യങ്ങളിൽ പോലും ദോഷങ്ങളുടെ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. 102. ദോഷഗുണ വിചാരയെ അല്പകരിമാനി കവിത്വകാരണേ ശക്തി തൻഹാസേ വാഖാനി. വിവർത്തനം. അങ്ങനെയുള്ള തെറ്റുകൾ അവഗണിക്കപ്പെടേണ്ടതാകുന്നു. അത്തരം കവിതകൾ അവരുടെ കാവ്യപ്രതിഭ എങ്ങനെയാണ് പ്രകാശിപ്പിച്ചിട്ടുള്ളതെന്ന് മാത്രമാണ് നോക്കേണ്ടത്. ഭാവാർത്ഥം ശ്രീമദ് ഭാഗവതം 1:5-11 പറയുന്നു, തദ് വാഗ് വിസർഗോ ജനാഘാ വിപ്ലവോ യസ്മിൻ പ്രതിശോകമബദ്ധവത്യപീം നാമാനി അനന്തസ്യ യശോ ഗീതാനി യത് ശൃണ്വന്തി ഗായന്തി ശൃണ്വന്തി സാധവാം. ഭഗവത് മഹിമാനങ്ങൾ വിശദീകരിക്കുമ്പോൾ ചിലപ്പോൾ അനുഭവം കുറഞ്ഞവർ നിരവധി ന്യൂനതകളുള്ള കാവ്യങ്ങൾ രചിച്ചേക്കാം. പക്ഷേ അവ ഭഗവാന്റെ മഹത്വങ്ങൾ ഉൾക്കൊള്ളുന്നവയായതിനാൽ മഹാ വ്യക്തികൾ അവ വായിക്കുകയും ശ്രവിക്കുകയും കീർത്തിക്കുകയും ചെയ്യുന്നു. ഒരുവൻ ഒരു കാവ്യത്തിന്റെ സാഹിത്യപരമായ ചെറിയ ന്യൂനതകൾ കാര്യമാക്കാതെ അതിന്റെ പ്രതിപാദ്യ വിഷയത്തിന്റെ യോഗ്യത പരിഗണിച്ച് കാവ്യം പഠിക്കണം. വൈഷ്ണവ തത്വശാസ്ത്രമനുസരിച്ച് ഭഗവാനെ പ്രകീർത്തിക്കുന്ന ഏത് സാഹിത്യവും അത് ശരിയായി രചിക്കപ്പെട്ടതല്ലെങ്കിൽ പോലും 1-ാം തരമാണ്. അവിടെ മറ്റു പരിഗണനകളുടെ ആവശ്യമില്ല. മാലതി മാധവം, ഉത്തരചരിതം, വീരചരിതം തുടങ്ങിയ സംസ്കൃത നാടകങ്ങളാണ് ഭവഭൂതിയുടെ അഥവാ ശ്രീകണ്ഠന്റെ കാവ്യസൃഷ്ടികൾ. ഭോജരാജന്റെ കാലത്ത് നീലകണ്ഠൻ എന്ന ബ്രാഹ്മണന്റെ പുത്രനായാണ് ഈ മഹാകവി ജനിച്ചത്. കാളിദാസൻ ഉന്നതി പ്രാപിച്ച് വിക്രമാദിത്യ മഹാരാജാവിന്റെ കാലത്തായിരുന്നു. അദ്ദേഹം അവിടുത്തെ ആസ്ഥാന കവിയായി തീരുകയും ചെയ്തിരുന്നു. അദ്ദേഹം കുമാരസംഭവം, അഭിജ്ഞാന ശാകുന്തളം, മേഘദൂത് തുടങ്ങിയ 30-40 സംസ്കൃത കൃതികൾ രചിച്ചു. അദ്ദേഹത്തിന്റെ രഘുവംശം എന്ന കൃതി വിശേഷിച്ചും ഏറെ പ്രശസ്തമാണ്. ജയദേവനെ കുറിച്ചുള്ള വിവരണം നാം നേരത്തെ തന്നെ ആദിലീലയുടെ 13-ാം അധ്യായത്തിൽ നൽകിയിട്ടുണ്ട്. ആരാ വായിക്കുന്നുണ്ടോ? പ്രഭു ഒരു 2 കൂടി വായിച്ചോളൂ. 93. ശൈശവാച ചാബല്യ കിച്ചു നാലാബേ ആമാരം ശിഷ്യര സമാനമോയേനാഹൻ തോമാര. വിവർത്തനം. ഞാൻ താങ്കളുടെ ശിഷ്യനാകാൻ പോലും യോഗ്യനല്ല. ആയതിനാൽ ഞാൻ ബാലിശമായ എന്തെങ്കിലും ചാബല്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ഗൗരവത്തിൽ എടുക്കാതിരുന്നാലും. 4. ആജീവാസയഹ കാലി മലിബാബാര സുനിബ തോമാര മുഖേ ശാസ്ത്രേര വിചാര. വിവർത്തനം. ദയവായി ഇന്ന് തിരിച്ചു ചെന്നാലും നാളെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ താങ്കളുടെ വക്ത്രത്തിൽ നിന്ന് എനിക്ക് ശാസ്ത്രങ്ങളെ കുറിച്ചുള്ള സംവാദം ശ്രവിക്കാനാകും. ജയശിലപ്രഭാതം. ഹരേ കൃഷ്ണ. അവിടെ ആ വാക്ക് എന്താണ്? താങ്കളുടെ വക്ര പായും കായും തായും എന്നിപ്പുറത്ത് വക്രമല്ലേ പ്രഭു? വക്രം. വക്രാണോ? വക്ര അർത്ഥമുണ്ട് പ്രഭു. വക്രം അല്ലേ? ഏതാ? മുഖം. അങ്ങയുടെ വക്രത്തിൽ നിന്ന് വക്രം. ഓക്കെ. ആജി 105 വായിക്കാം അല്ലേ? ശരി. ഏയ് മദേ നിജ ഖരേ ഗലാ ദുയി ജന
കവിരാത്രി കൈല സരസ്വതി ആരാധന. ഇപ്രകാരം ഇരുവരും അവരവരുടെ ഗ്രഹങ്ങളിലേക്ക് തിരിച്ചുപോയി. അനന്തരം രാത്രിയിൽ കവി സരസ്വതി ദേവിയെ ഭജിച്ചു. ശ്ലോകം 106. സരസ്വതി സ്വപ്നെ താന്ത്രേ ഉപദേശ കൈല സാക്ഷാത് ഈശ്വര കരി പ്രഭുഖേ ജാനില. സ്വപ്നത്തിൽ സരസ്വതി ദേവി അദ്ദേഹത്തിന് മഹാപ്രഭുവിന്റെ സ്ഥാനത്തെക്കുറിച്ച് അറിവ് നൽകുകയും അവിടുന്ന് പരമദിവ്യത്വ പുരുഷനായ ഭഗവാൻ തന്നെയാണെന്ന് കവിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. ശ്ലോകം 107. പ്രാതേയാശി പ്രഭുപദേ ലൈല ശരണ പ്രഭു കൃപ കൈലതാൻഡ്ര ഖണ്ഡില ബന്ധന. അടുത്ത പ്രഭാതത്തിൽ കവി തിരിച്ചു വന്ന മഹാപ്രഭുവിന്റെ പാദങ്ങളിൽ ശരണം പ്രാപിച്ചു. അപ്പോൾ അവിടുന്ന് കാരുണ്യം ചൊരിഞ്ഞ് അദ്ദേഹത്തിന്റെ ഭൗതിക ബന്ധങ്ങൾ വിച്ഛേദിച്ചു. ഭാവാർത്ഥം ജയ പ്രഭുപാദ് കി ജയ്. എല്ലാ സാഹചര്യങ്ങളിലും എന്നെ ശരണം പ്രാപിക്കുക എന്ന ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ശുപാർശ ചെയ്യുന്ന പ്രക്രിയയെ തന്നെയാണ് ഇവിടെ ചൈതന്യ മഹാപ്രഭുവും ശുപാർശ ചെയ്യുന്നത്. ദിഗ്വിജയി ഭഗവാനെ ശരണം പ്രാപിച്ചു. അങ്ങനെ ഭഗവാൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു. അവിടുത്തെ ആനുകൂല്യം നേടിയ ഒരുവൻ ഭൗതിക ബന്ധനത്തിൽ നിന്ന് സ്വതന്ത്രനാക്കപ്പെടുന്നു. ഭഗവത്ഗീതയിൽ 4.9 പ്രസ്താവിക്കപ്പെട്ടുള്ള പോലെ ത്വക്വാദേഹം പുനർജന്മ നൈതി മാമേതി സോ അർജുന. ശ്ലോകം 108. ഭാഗ്യവന്ത ദിഗ്വിജയി സഫല ജീവന വിദ്യാബലെ പൈല മഹാപ്രഭുരെ ചരണ. വിവർത്തനം. ആ ദിഗ്വിജയി തീർച്ചയായും പരമ ഭാഗ്യവാനായിരുന്നു. വിദ്യാബലവും മികച്ച പാണ്ഡിത്യവും കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം സഫലമായി. അങ്ങനെ അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിന്റെ ആശ്രയം തേടുകയും ചെയ്തു. ഭാവാർത്ഥം ജയ പ്രഭുപാദ് കി ജയ്. ഭഗവാൻ ചൈതന്യന്റെ പാദങ്ങളിൽ അഭയം തേടുന്നതിനുള്ള ഉത്തമമായ യോഗ്യത ഏറ്റവും പതിതനായിരിക്കുക എന്നതാണെന്ന് ശ്രീ നരോത്തമദാസ് ഠാക്കൂർ ഭജനാരൂപേണ പാടിയിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ മഹാപ്രഭു അവതരിച്ചത് പ്രധാനമായും പതിതാത്മാക്കളെ മോചിപ്പിക്കുന്നതിനാണ്. ഈ യുഗത്തിൽ പണ്ഡിതന്മാർ നന്നേ കുറവാണ്. ഏറെക്കുറെ എല്ലാവരും തന്നെ മാംസഭക്ഷകരും മദ്യപന്മാരും സ്ത്രീലമ്പടന്മാരും ചൂതാട്ടക്കാരുമായി അധപ്പതിച്ചവരാണ്. അത്തരം വ്യക്തികൾ സ്വയം അവകാശപ്പെട്ടാൽ പോലും ഒരിക്കലും പണ്ഡിതന്മാരായി പരിഗണിക്കപ്പെടുകയില്ല. പണ്ഡിതന്മാരെന്ന് വിളിക്കപ്പെടുന്ന ഇവർ ചൈതന്യ മഹാപ്രഭു പതിതാത്മാക്കളുമായി ഇടകലരുന്നത് മൂലം അവിടുന്ന് അധമവർഗത്തിൽപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണെന്നും അവിടുന്ന് തങ്ങൾക്ക് ആവശ്യമില്ലെന്നും വീണ്ടും വിചാരമില്ലാതെ കരുതുന്നു. അതിനാൽ അങ്ങനെയുള്ള പണ്ഡിതന്മാർ കൃഷ്ണാബോധം സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് മിഥ്യാപാണ്ഡിത്യം മൂലമുള്ള ഗർവം കൃഷ്ണാബോധ പ്രസ്ഥാനത്തെ സ്ഥിരീകരിക്കുന്നതിൽ നിന്ന് ഒരുവനെ വിലക്കുന്ന അയോഗ്യതയാണ്. പക്ഷേ ദിഗ്വിജയി കവി മഹാപണ്ഡിതനായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ വിനയാന്വിതമായ ശരണാഗതി മൂലം മഹാപ്രഭു അദ്ദേഹത്തെയും അനുഗ്രഹിച്ച പ്രത്യേകം ഉദാഹരണം ഇവിടെ കാണാനാകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനി 2 ശ്ലോകമുള്ളൂ. നരോത്തം പ്രഭു ഇടയ്ക്ക് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പ്രാവശ്യം ഞാൻ വിളിക്കുകയും ചെയ്തു. പ്രഭു വേണമെങ്കിൽ വായിച്ച് ഫിനിഷ് ചെയ്യായിരുന്നു. പ്രാവശ്യം വന്നിരുന്നു. വൃന്ദാവന ദാസ കരീല പ്രകാശ. ഹരേ കൃഷ്ണ. വിവർത്തനം. ശ്രീല വൃന്ദാവനദാസ ഠാക്കൂർ ഈ സംഭവങ്ങളെല്ലാം വിശദമായി വർണ്ണിച്ചിട്ടുണ്ട്. അദ്ദേഹം വർണ്ണിക്കാത്ത പ്രത്യേക രംഗങ്ങൾ മാത്രമേ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളൂ. ശ്ലോകം 110. ചൈതന്യ ഗോസ നീരാലീല അമൃതേര ധാര സർവേന്ദ്രിയ തൃപ്തായ ശ്രവണയാഹാര. വിവർത്തനം ശ്രീല പ്രഭാതി. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകൾ ഒരു അമൃതധാര തന്നെയാണ്. അവ ശ്രവണം ചെയ്യുന്ന ഏതൊരുവന്റെയും ഇന്ദ്രിയങ്ങളെ സംതൃപ്തമാക്കാൻ അതിന് കഴിയും. ഹരിബോൾ. ഹരേ കൃഷ്ണ. ശ്ലോകം 111. ശ്രീരൂപ രഘുനാഥ പാദേ ആശ ചൈതന്യ ചരിതാമൃത ഹേ കൃഷ്ണദാസ.
വിവർത്തനം ശീലപ്രഭാത്. ശ്രീ രൂപ രഘുനാഥ ഗോസ്വാമിമാരുടെ പാതാരബന്ധങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടും അവരുടെ കാരുണ്യം സദാ അഭിലഷിച്ചുകൊണ്ടും കൃഷ്ണദാസൻ എന്ന ഞാൻ അവരുടെ തൃച്ചേവിടികൾ പിന്തുടർന്നുകൊണ്ട് ശ്രീ ചൈതന്യ ചരിതാമൃതം വർണ്ണിക്കുന്നു. ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീലയിൽ ഭഗവാന്റെ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഐശ്വര്യ ലീലകൾ എന്ന 16-ാം അധ്യായത്തിന്റെ ഭക്തിവേദാന്ത ഭാവാർത്ഥം ഇപ്രകാരം സമ്പൂർണ്ണമാകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരിബോൽ. ചാപ്റ്റർ നമ്മൾ വായിച്ചു തീർത്തു. യെസ് പ്രഭു, ഗോപാൽ പ്രഭു. ഹരി ഹരി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ആദിലീല ഒരു അധ്യായം മാത്രം ബാക്കിയുള്ളൂ. ഇവിടം വരെ നമ്മൾ എത്തി. ഈ 16-ാം അധ്യായം ഇപ്പൊ വായിച്ചതൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് സുഖം കിട്ടുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല, ടൈമിംഗ് ആയിരുന്നു. പ്രഭുവിന്റെ ശബ്ദം കുറവാ. കേൾക്കുന്നുണ്ടോ ഇപ്പൊ? ഇപ്പൊ ഓക്കെ. അപ്പോ അല്ല, ഞാൻ ഇത് വായിക്കുന്നത് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഒന്നും പറയാനില്ല, അത്രയും സുന്ദരമായ ശ്ലോകങ്ങൾ. അതാണത് ഞങ്ങൾ ഇന്ന് അവസാനം വരെ കൊണ്ടുപോയത്. കാരണം ഇടയ്ക്ക് നിർത്താന്ന് വെച്ചു, പക്ഷെ അപ്പൊ അത് നോക്കുമ്പോ അതൊരു കണ്ടിന്യൂവേഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അതെ, അപ്പോ ഈ ഒരു നമ്മള് ചൈതന്യ ചരിതാമൃതം വായിച്ചു വരുന്ന സമയത്ത് ഇതിങ്ങനെ ഈ ഒരു ആനന്ദ ലഹരി വരും. അപ്പൊ അത് എന്നേക്കും എന്താ പറയാ, നമ്മുടെ മരണകാലം വരെ ഇങ്ങനെ ഒരു രസത്തിൽ നമുക്ക് ഇരിക്കാൻ സാധിക്കണമെന്ന് നമുക്ക്. ക്ലിയർ അല്ലല്ലോ പ്രഭുജി. വോളിയം കുറവാ പ്രഭു, പുറത്താണ്. അതാ. ഞാൻ പുറത്താണ്. കേൾക്കുന്നോ? കേൾക്കാൻ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, നാളെ നോക്കാം. ശരി ശരി, ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു. അനന്തകോടി വൈഷ്ണവ് की जय, श्रील प्रभुपाद की जय, गुरुदेव की जय, निताय गुरुदेव। हरि हरि। हरे कृष्ण.